എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലോങ് വീഡിയോ ഇട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു കുഞ്ഞു വിശേഷമൊക്കെ ആയിട്ട് വന്നതാണ്. മോൻ്റെ വിശേഷങ്ങൾ, മോൻ്റെ മെഡിസിൻസ്, മോൻ്റെ പെറ്റുകടയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. കാറ്റ് കൊണ്ട് എവിടെയോ ഡോറടഞ്ഞ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പെറ്റിയോടെ വന്നതാണ്. പെറ്റിയോടെ വന്നിട്ട് പ്യുവർ പെറ്റ് ഡ്യൂട്ട് ബോട്ടിൽ പ്യുവർ പെറ്റ്, അവൻ്റെ ബിസ്ക്കറ്റ്, ഇത് ഫ്ലോർ കൊടുക്കാൻ കനാൽ വാഷ്, പിന്നെ അവൻ്റെ വിറ്റാ ബെസ്റ്റ് മെഡിസിൻ. അപ്പോൾ അവൻ്റെ വിറ്റാ ബെസ്റ്റ് മേടിച്ചു. പിന്നെ അവൻ്റെ 2 മെഡിസിൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ അലർജി ഇല്ലേ, അലർജിക്ക് വേണ്ടി. ഇത് എപ്പോഴും കിട്ടൂല കേട്ടോ. അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ 2 മേടിച്ചു. പിന്നെ കൃമിയുടെ മെഡിസിൻ വാങ്ങി, കൃമിയുടെ മെഡിസിൻ. അപ്പോൾ ഇതൊക്കെ ഇതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ കട നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ബിസ്ക്കറ്റാണ് ഇവന് കൊടുക്കുന്നത്. ഈ ബിസ്ക്കറ്റാണ് ഇവന് കൊടുക്കുന്നത്. ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. അത് ഇത് കണ്ടോ, 2 മേടിച്ചു. മെഡിസിൻ മേടിച്ചു. ഇത് അവന് അലർജി വരാതിരിക്കാൻ കനാൽ വാഷിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അവൻ്റെ തന്നെ പെറ്റ് ഡോക്ടർ എഴുതി തന്നാണ് കനാൽ വാഷ്. അത് മേടിച്ചു. മെഡിസിൻ മേടിച്ചു. കണ്ട തീട്ടു ചെയ്തു അപ്പോൾ ഇത് കൃമിയുടെ മെഡിസിനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൊടുക്കൂല, നമ്മൾ 4 കൊടുക്കുള്ളൂ കേട്ടോ. ഇത് ബാക്കി മേടിച്ച് വച്ചേക്കണം അവന്. കാരണം 4 കൊടുക്കുള്ളൂ. മറ്റന്നാൾ നാളെ 4 കൊടുക്കും. അവനിപ്പോൾ 45 kg ഉണ്ടല്ലോ. അപ്പോൾ 4 കൊടുക്കും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വച്ചേക്കും കൃമിയുടെ മെഡിസിൻ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങി. ഇനി അവർ ബില്ല് എഴുതി तीन एक पैकेट में दे दो, चार्टू दे दो चार्टू बस. അപ്പോൾ വിറ്റാമിൻസ് മേടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ പോകുന്നു. അവർ പാക്ക് ചെയ്യട്ടെ. ഇത് മേടിക്കാൻ വേണ്ടി വന്നു. ഇന്ന് ഈ മെഡിസിൻ കിട്ടി കേട്ടോ. എപ്പോഴും ഈ മെഡിസിൻ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഈ കട നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ പെറ്റുകട. നമ്മുടെ ആ പണ്ടത്തെ പൂച്ച ഇവിടെ കിടപ്പുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഈ കടയിലെ പൂച്ചയാണ്. ഈ ഭയങ്കര പ്യാരിയാണ്. എല്ലാവരുടെ അടുത്തും ഭയങ്കര സന്തോഷമാണ്. ഇതാണ് ഏറ്റവും നമ്മുടെ കട. സുപരിചിതമാണല്ലോ. അപ്പോൾ ഇതൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുന്നു. മടിയൊക്കെ അവൻ കളയുന്നു കേട്ടോ. അവിടെ ഒരു 2 ഇരിപ്പുണ്ട്. ഒരു 3-4 കളഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒരു 3-4 മേടിച്ചുകൊണ്ട് പോകുന്നു. ഓരോന്ന് ഇടും. അവൻ്റെ അച്ഛൻ രാവിലെ കൊണ്ടുപോകുമ്പോൾ ഓരോന്ന് കളയും. ബെൽറ്റിടുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നെല്ലാം മെഡിസിനും എല്ലാം വന്നിട്ടുണ്ട്. ഇത് കണ്ടു, എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ ബിസ്ക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടു, എല്ലാ ബിസ്ക്കറ്റും എല്ലാ സാധനം ഇന്ന് എല്ലാം കിട്ടി. ഇന്നെല്ലാം മെഡിസിനും ബിസ്ക്കറ്റും ഒക്കെ കിട്ടി. അപ്പോൾ ഞാൻ 2 ബോട്ടിൽ മേടിച്ചു. ഞാൻ കഴിയട്ടെ എന്നിട്ട് പേസ്റ്റും ബ്രഷ് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അത് തീർന്നിട്ടില്ല. എന്നാലും ഞാൻ 1 മേടിച്ച് വെച്ചു കേട്ടോ. ഇതിൻ്റെ അകത്ത് ബ്രഷ് കിട്ടുവേ. ഇതാണ് കേട്ടോ സോ സ്ട്രോങ്. കണ്ടല്ലോ, ഇത് നിങ്ങൾ പല വീഡിയോയിൽ ഞാൻ മെനിയാനത്തെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് പേസ്റ്റ് കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് മൗത്ത് ഫ്രഷിനും നല്ലതാണ്, പേസ്റ്റ് തേക്കുന്നതിനും നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ബ്രഷുണ്ട്. ഞാൻ ഇതും വാങ്ങി. ഇത് ഇത്രയും നമ്മുടെ സാധനങ്ങളാണ് കണ്ടോ. ഇതൊക്കെ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി ഞാൻ വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഇവിടെ ചെന്നിട്ട് ഞാൻ ടോയ്സ് ഒന്നും അവന് മേടിച്ചില്ല. ഒരുപാടുണ്ട് കേട്ടോ. വെറുതെ മേടിച്ചിട്ട് അവൻ കളിക്കുകയില്ല. ബിസ്ക്കറ്റാണോ? സ്കൂബിയുടെ ബിസ്ക്കറ്റ് കേട്ടാ. ഇത് സ്കൂബിയുടെ ബിസ്ക്കറ്റ് കേട്ടാ. എന്നാ ഇത് സ്കൂബിയുടെ ബിസ്ക്കറ്റ് കേട്ടാ. ഇത് സ്കൂബിയുടെ മെഡിസിൻ ബോക്സ്. അലർജിയുടെ മെഡിസിൻ, ക്രീമിയുടെ മെഡിസിൻ, കാൽസ്യം, ഇതൊക്കെ. ഇത് സ്കൂബിയുടെ മെഡിസിൻ. മമ്മി സ്കൂബീസ് മെഡിസിൻ എഴുതി. ഒരുത്തൻ കുളിക്കാൻ വേണ്ടി കയറുന്നില്ലേന്ന്. ഞാൻ എന്നിട്ട് അവിടെ ബാത്റൂമിൽ കയറി. ഇന്നത്തെ കറികളെ പിണ്ടിയാണ് കേട്ടോ. പിണ്ടിയും കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പും കൂടെ ഒരു ബംഗാളി കറി വെക്കാൻ, ആസാം കറി. പിന്നെ ഈ വലിയ ചെമ്മീൻ നമ്മൾ ചെമ്മീൻ മലായ്, പ്രോൺ മലായ് വെക്കാൻ വേണ്ടി. പിന്നെ ഭയങ്കര വിലയാണ് കേട്ടോ. മോള് പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ്. ചെറിയ ചെമ്മീനാണ് നമ്മൾ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്
മഞ്ഞൾപ്പൊടി ഉപ്പും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് തേങ്ങാപ്പാലിൽ കാഷ്യൂനട്ടൊക്കെ അരച്ച് വെക്കുന്നതാണ്. ചീരയും, അതായത് വെള്ള ചീരയും ചുവന്ന ചീരയും ഇച്ചിരി ബോഡി ഇവിടുത്തെ രീതിയിൽ തേങ്ങയല്ല കേട്ടോ, അത് ബോഡി ഇട്ട് വെച്ചിരിക്കുന്ന ചോറായി. ഇന്നലത്തെ മീൻകറി കൊണ്ട് കാണിച്ചു തരാം. ഇന്നലത്തെ മീൻകറി വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അവനെ കണ്ടിട്ട് വരാം കേട്ടോ. കുളിച്ചു വാ ഇനി കയറുന്നില്ലായിരുന്നു. അപ്പം ഞാൻ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് നടക്കുന്ന അച്ഛൻ ചൂടുവെള്ളം ചൂടാക്കിയപ്പോൾ അവന് മനസ്സിലായി അവനെ കുളിപ്പിക്കാനാണ്. ഞാൻ സ്നേഹത്തിൽ വിളിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇരിക്കുന്ന. ഇന്നലെ ഇവൻ്റെ കടയിൽ നിന്നുള്ള മെഡിസിനൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തന്നു കേട്ടോ. ബോക്സ് തന്നെയുണ്ട്, വേറെ ഒന്നല്ല. അവൻ്റെ കൃമിയുടെ മെഡിസിൻ, അവൻ്റെ ഇത്, പിന്നെ അതായത് ലിക്വിഡുകൾ ഒരുപാടുണ്ട്. കുളിച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. വെള്ളം വയട്ടാ, കുളിച്ച് സുന്ദരനായി വയട്ടാ. എന്നാ തേങ്ങാപ്പാൽ എടുക്കുക. ഒരു തേങ്ങ തിരിവിട്ട് ഇത്രയും ഉള്ളൂ കേട്ടോ. ഇനി രാത്രിയും തിരിവ് വെക്കണം. നാളെ താഴത്തെ ഫ്ലാറ്റിൽ പണിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അലമാരിയൊക്കെ ഒതുക്കാനാണ്. അപ്പോൾ രാവിലെ എന്തെങ്കിലും പൂട്ടും കറിയൊക്കെ വെച്ചിട്ട് പോകണം. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം പണിക്കാരനോട് ഞാൻ പറഞ്ഞു വരാൻ. പിന്നെ ഈ പണിയുടെ ഇടയിലാണ് കേട്ടോ. രാവിലെ തുടച്ചു മുറ്റമടിച്ചു മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇനിയും ഉണ്ട് കഴുകി വെക്കാൻ. പച്ചക്കറികൾ കേട്ടോ, വേറെ ഒന്നുമല്ല. ഇതിൻ്റെ ഇടയിൽ മോൻ്റെ വീഡിയോയുടെ ഇടയിൽ ഇതും കൂടെ കാണിച്ചു എന്ന് മാത്രമേ കേട്ടോ നമ്മുടെ സൺഡേ ഫുഡ്. ഇത് ഇവൻ്റെ മെഡിസിൻസാണ്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഇതവൻ്റെ ഡോക്ടർ തന്നെയാണ് കേട്ടോ. ഇതവൻ്റെ ഗ്യാസിന് കൊടുക്കേണ്ടത്. ഇതവൻ്റെ അലർജിക്കില്ലേ, കയ്യിൽ അലർജി വരുന്നതിൻ്റെ മെഡിസിനാണ്. അപ്പോൾ ഇത് എപ്പോഴും കിട്ടാത്തതുകൊണ്ട് ഞാനൊരു 2 പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അവൻ്റെ കാൽസ്യം ടാബ്ലറ്റ്സാണ്. ഇതവൻ്റെ കൃമിയുടെ മെഡിസിനാണ് കേട്ടോ. ഇനി ഇതന്ന് ഷേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഷേക്ക് വരുമ്പോൾ കൊടുക്കാനുള്ള മെഡിസിനാണ്. ഇതൊക്കെയാണ് അവൻ്റെ മെഡിസിൻസ് ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കാൽസ്യമാണ്, അതായത് എല്ലിന് ബലമൊക്കെ കിട്ടാനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി ഇത് ടൂത്ത് പേസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ, അത് പിന്നെയും മേടിച്ചു ഞാൻ. ഇതിൻ്റെ അകത്ത് ബ്രഷുണ്ട്. പിന്നെ ഇത് ഇവൻ്റെ സ്കിന്നിനും ഹെയറൊക്കെ ഇത് തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കുക, ചെറുപ്പം തൊട്ടേ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ 2-3 ഉണ്ട്. പിന്നെ ലിവർ ടോണിക് ഉണ്ട്. ഒക്കെ ഞാൻ ഒന്നിച്ച് മേടിച്ച് വെക്കുന്നതെന്ന് മാത്രം, കാരണം അവിടെ എപ്പോഴെപ്പോഴും ഓർഡർ ചെയ്താൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം മേടിച്ച് വെച്ചിപ്പോൾ ഒരെണ്ണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് തീർന്നിട്ടില്ല, തീരുമ്പോൾ ഇതൊന്ന് പൊട്ടിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്ന് മേടിച്ച് വെക്കും. ഷാമ്പൂ ഒക്കെ 2-3 മേടിച്ച് വെക്കും കേട്ടോ. ഇതൊക്കെയാണ് അവൻ്റെ മെഡിസിൻസ്. ഇത് വല്ല മണി ഒരു 4 മണി ഇനിയും ഉണ്ട് കേട്ടോ. അതാണ്. ഇതിൽ തന്നെ പേസ്റ്റ് ഉണ്ട്. പേസ്റ്റിൽ കൂടെ തന്നെ ബ്രഷ് ഉണ്ട്. ഞാൻ ഇന്നലെ ബ്രഷ് കാണിച്ചു. ഇതിൻ്റെ അകത്ത് ബ്രഷ് ഉണ്ട്, അവ ഞാൻ കാണിച്ചു തരാം. ചെറിയ ബ്രഷ് ഞാൻ കാണിച്ചില്ലേ, അത് ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇത് പുതിയതാണ്. ഞാൻ പൊട്ടിച്ചപ്പോൾ ഇത് കണ്ടോ, ബ്രഷ് കണ്ടോ. ഇത് പഴയ ബ്രഷാണ് കേട്ടോ. പഴയ ബ്രഷ്, പഴയത് തീർന്നിട്ടില്ല. എന്നാലും ഞാൻ പുതിയത് മേടിച്ച് വെച്ചു എന്ന് മാത്രമേ. ഇതിൻ്റെ അകത്ത് ബ്രഷും ഉണ്ടാവും കേട്ടോ, പേസ്റ്റിൻ്റെ. തുടക്കാൻ നിൽക്കുക, മുകളിലേക്ക് കയറി പോകുന്ന തുടക്ക്. അച്ഛനെ ഓടിപ്പിക്കല്ലേ, നിന്നെ കുളിപ്പിക്കുമെന്ന് തന്നെ തളരും മനുഷ്യൻ. നല്ല ഗുഡ് ബോയ് സുന്ദരൻ. പൗഡറൊക്കെ ഇട്ടുതരാമേ. അപ്പോൾ അവൻ്റെ കുളി കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണത്തിന് മുമ്പ് ഇത് ഗ്യാസിൻ്റെ ഗുളിക കൊടുത്തിട്ട്, ഇത് മറ്റേ എന്തോ കൈയുടെ അലർജി ഇല്ലേ, അതിനുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ മെഡിസിൻസ് കൊടുക്കും. ഇതൊക്കെ ഡോക്ടർ തന്നെ നമുക്ക് എഴുതി തന്നതാണ് കേട്ടോ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടെ നമ്മൾ മേടിക്കുന്നതാണ്, അല്ലാതെ വെറുതെ കൊടുക്കരുത് കേട്ടോ. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം. അയ്യോ, അതെന്താണ് ഇന്ന് വികൃതി കാണിക്കുന്നത്? നല്ല കുട്ടിയായിട്ട് ഇരിക്ക്. ഫുഡൊക്കെ തരാം, മെഡിസിൻ തരാം. കളിക്കണത്. കുളി കഴിഞ്ഞപ്പോൾ കളി വരുന്നു. ആക്റ്റീവായിപ്പോയി. ആക്റ്റീവായി. ഓ, എങ്ങോട്ട് പോയി? ആക്റ്റീവായത് കണ്ടോ കുളി കഴിഞ്ഞപ്പോൾ. ഇല്ലെങ്കിൽ മുകളിൽ ഓട്ടമാണ്, ഇന്ന് താഴെ ബോൾ കളി. ഇത് കണ്ടു. ഓടണം. ഇങ്ങനെ പിറകെ നിന്നാൽ എൻ്റെ കറിയൊക്കെ കരിഞ്ഞു പോകുമ്പോഴോ. ചെയ്യട്ടെ മമ്മ. മോൻ്റെ നെയിൽ കട്ടർ മേടിച്ചിട്ട് നെയിൽ കട്ട് ചെയ്തിട്ടില്ല. നല്ലവണ്ണം ഉറങ്ങുമ്പോൾ വേണം നെയിൽ കട്ട് ചെയ്യുക. ഒന്നാമത്തെ ഇപ്പോൾ കയ്യിൽ മുറിവും കൂടെ ഉള്ളതുകൊണ്ട് കൈ കാണിച്ചു തരൂല. അച്ഛനാ ചീകി കൊടുക്കുന്നത് ഇന്ന്. ആകട്ടെ.
മറ്റേ ഇലക്ട്രോണിക് ഇത് കൊണ്ടിട്ട് അവൻ സമ്മതിക്കുന്നില്ലേ. അവന് വേദന എടുക്കുന്ന എന്തോ അവനൊരു ഇറിറ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചീപ്പിട്ടാണ് ചെയ്യുന്നത്. അവൻ്റെ ഈ ചീപ്പിട്ടാണ്. ഇനി ഇരുന്നാണ്. ആ ശരി ശരി ശരി. പിന്നെ ഈ ചെയിനൊക്കെ നല്ല ലൂസാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സഹോദരൻ പറഞ്ഞു ടൈറ്റാണ്. ടൈറ്റൊന്നുമല്ല, ഞാൻ മണി കെട്ടി കൊടുത്തിരുന്നാൽ ഈ ഒരു പാകത്തിന് ഞാൻ മണി കെട്ടി കൊടുക്കുള്ളൂ. മണി ലൂസായിട്ട് കെട്ടുന്നുള്ളതുകൊണ്ട് എല്ലാ മണികളും കൊണ്ടുവന്ന് കളഞ്ഞിട്ട് വരുന്നത്. എൻ്റെ അച്ഛൻ 5 മണിക്ക് മോർണിംഗ് വാക്ക് കൊണ്ടുപോകുമ്പോഴേ ഈ കെട്ടുമല്ലോ, ബെൽറ്റിട്ട് കെട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ മണി പോകും. ഇന്നലെ ഞാൻ 4 മണി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് കെട്ടിക്കൊടുക്കണം അത്. അപ്പോൾ എൻ്റെ മെഡിസിൻസും. അപ്പോൾ മെഡിസിൻസൊക്കെ കൊടുക്കുമ്പോൾ ഇത് കണ്ടൊന്നും ആരും കൊടുക്കരുത് കേട്ടോ. ഡോക്ടറിൻ്റെ സജഷൻ വേണം ഓരോന്ന് കൊടുക്കുമ്പോൾ. നമ്മളെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പെറ്റ് ക്ലിനിക്കും. അവിടെ ഓപ്പറേഷൻ സൗകര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വൈഫും ഹസ്ബൻഡും ഒക്കെ ഡോക്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ വെയിറ്റ് നോക്കി ഇവനെ ചെക്ക് ചെയ്ത് നമ്മൾ ലാബിൽ പോയി ഓരോ ചെക്കപ്പൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ ഓരോന്നിലാണ് മരുന്നൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ കൊടുക്കുന്നെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണം കേട്ടോ. അല്ലാതെ കൊടുക്കരുത്. എനിക്ക് തോന്നുന്ന മരുന്നൊന്നും മേടിച്ച് കൊടുക്കരുത്. അവർ പറയുന്ന ഗുളികകളും ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ പെറ്റി കടയിൽ നിന്ന് അങ്ങനെ മെഡിസിൻ മേടിച്ച് കൊടുക്കാറില്ല. നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. എല്ലാം പേസ്റ്റ് വരെ, അവൻ്റെ പേസ്റ്റ് വരെ അതാണ്. പിന്നെ നെയിൽ കട്ടർ മേടിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുമോ, ഇല്ലെങ്കിൽ അത് പ്രാക്ടീസുള്ള ഒരാളെ വിളിച്ച് വേണം ചെയ്യാൻ, അത് രക്തം വന്നാൽ ഇതാരും. അപ്പോൾ ഞാൻ പറ്റും, കാരണം ഞാൻ ഇതിന് മുമ്പും ഞാനത് നെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് നിന്ന് തരണം കേട്ടോ. കഴിഞ്ഞാ ഇനി നല്ലൊരു ഉറക്കം. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന പൗഡറൊക്കെ ഇട്ട് കൊടുക്കും. അതും അവൻ്റെ ആൻറ്റിബയോട്ടിക് പൗഡറാണ് കേട്ടോ. അതൊക്കെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ തേക്കുന്ന പൗഡറൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അത് ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അറിയാത്തവർ അങ്ങനെ നമുക്ക് തോന്നുന്ന പോലെയൊന്നും മേടിച്ച് കൊടുക്കരുത്. നമ്മൾ ഡോക്ടറിനെ കാണിച്ചിട്ട് അവരുടെ വെയിറ്റൊക്കെ തൂക്കി ഇട്ട്. ഇപ്പോൾ ചെറിയ പെറ്റിനാണെങ്കിൽ അതിൻ്റേതായ ഡോസ് ഉണ്ട്, വലിയ പെറ്റിനാണെങ്കിൽ അപ്പോൾ ഞാൻ മേടിക്കുന്ന ഈ മെഡിസിൻസൊക്കെ കാണിച്ചു തന്നത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള മെഡിസിനാണ് കേട്ടോ. അവൻ്റെ ലിവർ ടോണിക് എന്ന് പറഞ്ഞാൽ അവനെ ചെറുപ്പം മുതലേ കൊടുക്കുന്നു. അത് ഓരോ ഏജ് ആകുമ്പോൾ അയാൾ മാറ്റിത്തരും, ഇന്നത് കൊടുക്കുന്നു. അപ്പം ഞാനത് കൊടുക്കും. പിന്നെ ഈ വിറ്റാബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ട് കണ്ടിന്യൂ അത് തന്നെ കൊടുത്തോളാൻ പറഞ്ഞു. ഇപ്പോൾ ഈ അലർജി വരുന്നുണ്ട്, സ്കിന്നിൻ്റെ ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ടോണിക്കും നമ്മൾ ഡെയിലി കൊടുക്കുന്ന ടോണിക്കായാലും സ്കിന്നിൻ്റെ ആയിരുന്നാലും എല്ലാം ടിക്കിൻ്റെ മെഡിസിനുണ്ട്. ടിക്കിൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരു മെഡിസിൻ കൊടുക്കും നമ്മൾ. ഒരു ചോക്ലേറ്റ് പോലത്തെ അതിന് 2000 രൂപ എങ്ങാണ്ടാണ് വില കേട്ടോ. 2000 രൂപയാണ് അതിൻ്റെ വില. വർഷത്തിലൊരിക്കൽ അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുക്കണം. അത് ഞങ്ങൾക്ക് തന്ന മെഡിസിൻ്റെ ഞാനിവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ അത് നോക്കി കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടിക്കുണ്ടാവില്ല. പിന്നെ ചിലവർ എണ്ണ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവന് അങ്ങനെ ടിക്കൊന്നും ഇല്ല. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ആ മെഡിസിൻ കൊടുക്കാറുണ്ട്. ആ ഒരു ടാബ്ലറ്റ്സ് അല്ല, അതൊരു ചോക്ലേറ്റ് പോലത്താണ്. അതിങ്ങനെ അലിഞ്ഞു പോകും. അത് നിങ്ങൾ വായിലിട്ട് ഇട്ട് കൊടുത്താൽ മതി, അങ്ങനെ അലിഞ്ഞു പോകും ചോക്ലേറ്റ് പോലെ കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ പണ്ടത്തെ 1 കൊല്ലത്തെ മുമ്പ് കഴിഞ്ഞ ജൂണിലോ ഒക്കെയാണ് കൊടുത്തത് നമ്മൾ. ആ ജൂണിൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ ഞാൻ കൊടുക്കുന്നതൊക്കെ. പിന്നെ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, മറന്നുപോയി. 2000 രൂപ കേട്ടോ. അതാണ് ടിക്കിൻ്റെ. അത് വർഷത്തിലൊരിക്കൽ കൊടുത്താൽ ടിക്ക് ഉണ്ടാകത്തില്ല. വലിയ ടിക്കൊക്കെ ഇല്ലേ ചിലവർക്ക്, അതുണ്ടാകത്തില്ല. പിന്നെ ചിലവർ എണ്ണയൊക്കെ ഒഴിക്കാറുണ്ട്. ഞാനിവന് എണ്ണ കൊടുക്കാറില്ല. ഡോക്ടർ തരുന്ന മെഡിസിനാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ. ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ. കണ്ടില്ലേ, ഇന്നത്തെ കുളിയും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മരുന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പെറ്റ് കടയിൽ പോയി അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത്. അവരെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുക്കുക കേട്ടോ. അതാണ് നല്ലത്. പിന്നെ ഇവന് ഒരാൾ ചോദിച്ചു വെയിറ്റ് ഓവറാണോ എന്ന്. വെയിറ്റ് ഓവറായിരുന്നു, 50 kg ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ അപ്പോഴാണ് കാല് ഷെയ്ക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറക്കാൻ പറഞ്ഞിട്ട് വെയിറ്റ് കുറച്ചു. അന്നേരം ഞങ്ങളൊരു ലാബിൽ പോയി ഒരുപാട് ചെക്കപ്പ്, എല്ലിൻ്റെയും എല്ലാം H1B1 ഷുഗർ,
ക്യാൻസർ, ലിവർ, ഹാർട്ട് എല്ലാത്തിൻ്റെ ചെക്കപ്പ് നടത്തുക. എല്ലാം ഇവൻ്റെ പാർട്സ് ഞങ്ങൾ ബോഡി പാർട്സ് ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ ഇവന് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി ബൾക്കി ആയതിൻ്റെ ഇതേ ഉള്ളൂ. വെയിറ്റ് ലൂസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ 45 kg ഉള്ളൂ കേട്ടോ. പക്ഷെ അതും പാടില്ല. 42 kg മുകളിൽ വരാൻ പാടില്ല. പക്ഷേ ഇവനിപ്പോൾ 45 ഉണ്ട്. അപ്പോൾ വലിയ ഓവറല്ല. പിന്നെ അവന് ഇച്ചിരി നീളം ഉള്ളതുകൊണ്ടാണ് ആ വണ്ണം തോന്നിക്കുന്നത് കേട്ടോ. ഇവന് ഇച്ചിരി നീളമുള്ള കൂട്ടത്തിലാണ്, അതായത് ഇച്ചിരി പൊക്കവും നീളമൊക്കെ ഉള്ള കൂട്ടത്തിലാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ മുട്ടയൊക്കെ കുറച്ചു. പിന്നെ പെഡിഗ്രി ആഴ്ചയിൽ ഞാൻ കൊടുക്കുന്നുള്ളൂ. മുട്ട ആഴ്ചയിൽ കൊടുക്കുന്നുള്ളൂ. കുറേയൊന്നും കൊടുക്കാറില്ല. ഡോക്ടർ പറഞ്ഞ പോലെ 50 ഗ്രാം ചോറ് ഇത്ര ഗ്രാം എന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ കൂടുതൽ കൊടുക്കും. പിന്നെ ചിക്കൻ, പിന്നെ വേറൊരു മാംസം റെഡ് മീറ്റൊന്നും ഞാൻ അവന് കൊടുക്കാറില്ല. അത് ഞങ്ങൾ വെക്കാറുമില്ല വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയൊരു വിശേഷമായിട്ടൊക്കെ വന്നതാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റ്. വിളിച്ചേ ചേട്ടാ സൈക്കിൾ ചവിട്ടണം. വീട്ടിൻ്റെ അകത്ത് സൈക്കിൾ ചവിട്ടണം ചേട്ടാ സൈക്കിൾ ചവിട്ടണോ? ഓ ചേട്ടാ, दादा কি ভালো, বলো দাদা কি ভালো, ভালো, কথাটা বলছি এরা দাদা এরা ডাকছে দাদা. दादा എന്ത് ചെയ്യുന്നപ്പോൾ ഞാൻ കളിച്ച് ഇത്രയും പോവാ. ഇപ്പോൾ കണ്ടില്ലേ ഇവൻ്റെ വികൃതികളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ. ടാറ്റ പറ, പോവാ. ടാറ്റ പറ, വാ. കുട്ടിയായിട്ട് അവിടെ കിടന്ന് ഉറങ്ങണം കേട്ടോ. മോൻ്റെ പില്ലോ എന്തേ? എന്നാ മോൻ്റെ പില്ലോ. നല്ല മോന് ബെഡ് നമ്മൾ ഓർഡർ ചെയ്യും കേട്ടോ. പിന്നെ തണുപ്പ് വരുന്നതല്ലേ. പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ എടുക്കണം. ബെഡ് ഓർഡർ ചെയ്യും മോള് കടയിൽ പുറത്തേക്ക് പോകുമെങ്കിൽ. ഇന്നലെ ഞാൻ പോയ കടയിൽ ബെഡില്ല, തണുപ്പ് സമയത്തേ വരുള്ളൂ. അപ്പോൾ ഇവന് ഇത്തിരി നീളമുള്ള ബെഡ് വേണം. ഈ വട്ടത്തിലുള്ള ബെഡ് ശരിയാവില്ല. വേറെ ഒന്നിനുമല്ല, നമ്മുടെ ബെഡിൽ ഇവൻ കിടക്കൂലേ. എന്നാൽ ഈ തണുപ്പ് സമയത്ത് അവൻ ചില സമയമുണ്ടല്ലോ തറയിൽ വന്ന് കിടക്കുന്ന കണ്ടോ. അപ്പോൾ അവൻ ബെഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബെഡിൽ അവൻ കിടക്കുക. എപ്പോഴും നമ്മൾ ബെഡിൽ അവൻ ഉറങ്ങും. പക്ഷേ നമ്മുടെ കട്ടിലിൽ കിടന്നിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് തറയിലൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഒരു ബെഡ് ഇട്ട് കൊടുത്താൽ അവൻ ആ തണുത്ത തറയിൽ ഇരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയാണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മോൻ സുന്ദരനായി. ഇനി ഇന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം. കിടന്നോളാൻ പറഞ്ഞാൽ കിടന്നോളൂ. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളൂ. കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കൊടുത്തു, ചിക്കൻ കൊടുത്തു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കൊടുത്തു. അപ്പം ഇനി സുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ എൻ്റെ മോൻ. ഇനി കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ. ഇനി പിന്നെ അച്ഛനൊക്കെ ഒരു കറിയും കൂടെ വെക്കണം. എൻ്റെ ഇടയിൽ ഈ വീഡിയോ അച്ഛനൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ അവൻ പിന്നെ ഒട്ടുമെങ്കിലും ഒരു 4-4:30 മണി വരെ കിടന്ന് ഉറങ്ങിക്കോളും. ഇനി അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും. നോക്കുന്ന അച്ഛൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ നോക്കുന്ന അച്ഛനൊരു പരിവാവും ഇവനെ കുളിപ്പിച്ച് കഴിയുമ്പോഴേ. പിന്നെ അപ്പം തന്നെ കുളിക്കണം. അതിന് വേണ്ടി കുളിക്കാൻ പോയതാണേ. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഫീഡ്ബാക്കൊക്കെ ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരെയൊക്കെ